ഹായ്. നമ്മൾ എപ്പോഴും സെക്കൻഡ് വണ്ടികൾ മേടിച്ച് കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് നമ്മൾ ടൈം ബെൽറ്റ്, അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വർഷത്തെ ഒരു വണ്ടി ഒരു പോളോ ഡീസൽ വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് തന്നെ ടൈമിംഗ് കവർ ഒന്ന് അയച്ചു നോക്കിയപ്പോഴേക്കും അതിൻ്റെ ബെൽറ്റ് ഭയങ്കരമായിട്ട് ദ്രവിച്ചിരിക്കണേ, മുകൾ വശമൊക്കെ ക്രാക്ക് ആയിട്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പോളോ ഡീസലാണ്, 3 സിലിണ്ടറാണ്. അപ്പോൾ അതിൻ്റെ കവർ അയച്ചപ്പോൾ ഇത് കണ്ട ചെറിയ ചെറിയ കുത്തുകുത്ത് പോലെ ആകെ കുറച്ച് ദ്രവിച്ച് ക്രാക്കായിട്ടിരിക്കുകയാണ്. കണ്ട ആകെ വിണ്ടിരിക്കുകയാണ് അതിൻ്റെ ടൈം ബെൽറ്റ്. നമ്മൾ അപ്പോൾ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ടൈം ബെൽറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കണ്ടല്ലേ, ഇതാണ് ആ ടൈം ബെൽറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മേടിച്ച് കഴിയുമ്പോൾ ടൈം ബെൽറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓയിൽ, നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി അടിച്ചാൽ അപ്പോൾ അതിന് ഓയിൽ മാറിക്കളയാം. അത് വെച്ചാൽ അതിനകത്ത് റിസ്ക് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓയിലൊക്കെ കുറഞ്ഞിട്ട് ചിലർ ടോപ്പ് ചെയ്യും. അപ്പോൾ ടോപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓയിൽ സ്റ്റിക്ക് എടുത്ത് നോക്കുമ്പോഴേക്കും അതിനകത്ത് ഓയിൽ വല്ല കട്ടിയൊന്നും കാണില്ല, ഫ്രഷ് ഓയിൽ പോലെ തോന്നും നമുക്ക്. അതായത് നമ്മൾ അതിൻ്റെ ഓയിൽ തീർന്നിട്ട് അതിൻ്റെ ഒക്കെ ടോപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും നല്ല പ്യൂർ, നല്ല കട്ടിയൊന്നും ഇല്ലാത്ത ഓയിൽ വരെ തോന്നും. അപ്പോൾ നമ്മൾ എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യണത് ഏറ്റവും നല്ലതായിരിക്കും. സർവീസ് പോലെ ചെയ്യണത് എപ്പോഴും ബെറ്റർ ആയിരിക്കും വണ്ടി സെക്കൻഡ് ഹാൻഡ് മേടിച്ച് ചെയ്യുമ്പോഴേക്കും. നമുക്ക് അടുത്ത വീഡിയോ കാണാം.